എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല രുചിയിൽ സോഫ്റ്റായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു നൂലപ്പവും വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നൂലപ്പം അഥവാ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാത്തവർ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു നൂലപ്പം അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഈ ഒരു മുട്ടക്കറിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ml ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ വറുത്തിട്ടുള്ള അരിപ്പൊടി തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു അരിപ്പൊടിയില്ലേ, ആ ഒരു അരിപ്പൊടി തന്നെ 250 ml ഒരു കപ്പിൽ 1 കപ്പ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് അളന്നിട്ട് എടുക്കാം. പക്ഷെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ്സിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പൊടിയിലേക്ക് നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കാം. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ വേണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ ചൂട് കുറയരുത്. 1 കപ്പ് എടുക്കുക. 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാതെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇതുപോലെ വെള്ളം എടുത്തിട്ട് ഇതുപോലെ കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ 250 ml ഒരു കപ്പിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. അത് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് കണ്ടില്ല ലാസ്റ്റ് ഞാൻ ഇതുപോലെ മുഴുവനും ആ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കും. നല്ല സോഫ്റ്റാക്കി നമ്മളൊന്ന് വാട്ടിക്കുഴച്ചെടുത്താൽ മതി. അപ്പോൾ മാവ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു അടുപ്പത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു തിളച്ച വെള്ളത്തിൽ നിന്ന് 1/4 കപ്പും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുത്തൊന്ന് വാട്ടിക്കുഴയ്ക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ മാവൊന്ന് കയ്യിലെടുത്തിട്ടൊന്ന് ഞെക്കിയൊന്ന് നോക്കുക. അധികം കട്ടിയില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് വാട്ടിക്കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഒരു പാകത്തിന് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തൊന്ന് വാട്ടിക്കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ ഇടിയപ്പത്തിന് മാവ് ഇതുപോലെ വാട്ടിക്കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ കുറച്ച് ഇതുപോലെ വെള്ളം ആക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ ഒരു ചൂട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അധികം ചൂടൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് കൈ കൊണ്ട് കുഴച്ചിട്ടെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള ചൂട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാവിൻ്റെ ഒരു ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ ഇടിയപ്പം ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഈ ഒരു അച്ചെടുത്തിട്ട് അതിൽ നന്നായിട്ട് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കയ്യിലും കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മാവിൽ നിന്ന് ഇതുപോലെ കുറച്ച് മാവെടുത്തിട്ട് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ഈ ഒരു അച്ചിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യം ആദ്യമായിട്ടൊക്കെ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അത് ഫ്ലോപ്പായി പോവാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ പിരിച്ച് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഒരു മാവില്ലേ, ആ ഒരു മാവ് ഒരിക്കലും നമ്മൾ തുറന്ന് വെക്കരുത്. ആ ഒരു അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതുപോലെ അടച്ച് തന്നെ വെച്ച് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ ഇഡ്ഡലിത്തട്ട് എടുത്തിട്ട് ഇഡ്ഡലിത്തട്ടിലേക്ക് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാവ് പിഴിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതുപോലെ വാഴയിലയിലാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ വാഴയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു ഇലയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലെ തേങ്ങ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ച് ഈ ഒരു ഇടിയപ്പം ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇതുപോലെ നമ്മൾ റൗണ്ടാക്കി പിഴിഞ്ഞ് ഒരുപാട് കട്ടിക്കായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണ്ട. ഒരുപാട് കട്ടിയിലത്തെ നൂലപ്പം കഴിക്കാനാണ് കുറച്ചും കൂടി നല്ലത്. ഇത് കണ്ടില്ല, ഈ ഒരു കട്ടിക്ക് ഞാൻ ഈ ഒരു മാവൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. വാഴയിലയിൽ ആദ്യം നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒരു 3-4 എണ്ണം ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് അത് വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് ബാക്കിയുള്ളത് നമ്മളൊന്ന് പിഴിഞ്ഞിട്ടെടുത്താൽ മതി. ഇത് കണ്ടില്ല, ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ ഒരു മുകളിലുള്ള ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു വാഴയില ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാടെണ്ണം മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കരുത്. മാക്സിമം ഈ ഒരു വലിപ്പമുള്ള ഇഡ്ഡലി പാത്രമാണെങ്കിൽ ഒരു 3-4 എണ്ണം മാത്രമേ നമ്മൾ വെച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതങ്ങ് ഒട്ടി അങ്ങ് പോവും. ഇതുപോലെ നമ്മളിനി മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് തീയൊന്നും കുറച്ച് വെച്ച് കൊടുക്കണ്ട. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട്
ഏകദേശം ഒരു 7-8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ തുറന്നൊന്ന് നോക്കുക. എനിക്കൊരു 8 മിനിറ്റിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഒരു 1-2 മിനിറ്റും കൂടി നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ വെന്തത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇടിയപ്പം എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെയൊക്കെ ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു മുട്ടക്കറി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ടെടുത്താണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചുവയൊന്ന് മാറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. ആ ഒരു സവാള ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ സവാള നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഒരു മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഒരു 3-4 പച്ചമുളകും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ സവാളയിൽ നിന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് സവാളയിൽ നിന്ന് വഴറ്റി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ഒരുപാട് എരിവ് ഉണ്ടാവത്തില്ല, അത്യാവശ്യം നല്ലൊരു കളർ കിട്ടും. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം ഇതൊരു മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്ത ഒരു തക്കാളിയാണ്. തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു തക്കാളിയൊക്കെ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ല, തക്കാളിയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചിട്ടെടുക്കുക. ഇതുപോലെ തക്കാളി വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു തക്കാളി നന്നായിട്ട് വെന്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളച്ച് കയറി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 5 കോഴിമുട്ട ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങിയത് നമുക്കിതിലൊന്ന് വരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 കോഴിമുട്ട ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ വളരെ കുറച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ആ ഒരു ഒട്ടും തന്നെ പൊടികളുടെ ഒരു കുത്തലുണ്ടാവത്തില്ല. ആ ഒരു മസാലയുടെ ഒരു കുത്തലില്ല, അതൊട്ടും തന്നെ ഉണ്ടാവത്തില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് മാത്രം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടൊന്ന് ബാലൻസ് ആയിക്കോളും. അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി കറിവേപ്പില ഇതുപോലെ ഊരിയിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു നൂലപ്പത്തിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു നൂലപ്പം അതുപോലെ തന്നെ ഈ ഒരു മുട്ടക്കറിയും നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാതെ നമ്മൾ അടുപ്പത്തുനിന്ന് തന്നെ എടുത്ത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഒരു മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു മാവ് നമ്മൾ പിഴിയുന്ന സമയത്തും ഒരുപാട് ബലമൊന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാനും പറ്റും.
അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.